ഇന്നത്തെ ടോപ്പിക് HasToBe+V3, HasToBe+V3 ആൻഡ് HadToBe+V3. V3 എന്നാൽ വെർബിൻ്റെ തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇതെല്ലാം ഉപയോഗിക്കുന്നത് പാസീവ് ഫോമിലുള്ള സെൻറ്റൻസസിൽ ആണ്. നമ്മുടെ പ്രീവിയസ് ലെസൺസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഹാവ് ടു, ഹാസ് ടു ആൻഡ് ഹാഡ് ടു. പക്ഷേ അതിൻ്റെ ഒപ്പം ഉപയോഗിച്ചത് V1 ഫോമാണ്, ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്. പക്ഷേ ഇത് അത്തരം സെൻറ്റൻസുകളുടെ പാസീവ് ഫോമാണ് HasToBe+V3, അതുപോലെ HasToBe+V3 ആൻഡ് HadToBe+V3 ഉപയോഗിക്കുന്നത്. നമ്മൾ ഹാവ് ടു, ഹാസ് ടു അല്ലെങ്കിൽ ഹാഡ് ടു ഒക്കെ ഉപയോഗിച്ചത് നെസസിറ്റി, ആവശ്യം, ഒബ്ലിഗേഷൻ, ബാധ്യത, അല്ലെങ്കിൽ ഒരു റൂൾസ് ആൻഡ് ലോസ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ കമ്പൽഷൻ, നമ്മൾ ചില കാര്യങ്ങളിൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നിർബന്ധിതരായിത്തീരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ഹാവ് ടു, ഹാസ് ടു, ഹാഡ് ടു ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ അത്തരം സെൻറ്റൻസുകളുടെ പാസീവ് ഫോമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ആദ്യം നമുക്ക് ഹാവ് ടു എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് നോക്കാം. ഐ ഹാവ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കത് ചെയ്യേണ്ടതുണ്ട്, അത് ചെയ്യണം, അതെൻ്റെ ഒരു ബാധ്യതയുടെ ഭാഗമാണ്, അതല്ലെങ്കിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഹാവ് ടു ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ ഹാവ് ടു ഡു ഇറ്റ് എന്നത് നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി ഡൺ എന്നായി. ഇറ്റ് ഹാസ് ടു ബി ഡൺ. അപ്പോൾ നമ്മൾ ആ ആക്ഷന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആരാ ചെയ്യുന്നത് എന്നതിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത സെൻറ്റൻസുകളാണല്ലോ പാസീവ് വോയിസ്ലെസ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഐ ഹാവ് ടു ഡു ഇറ്റ്, അത് ഇറ്റ് ഹാസ് ടു ബി ഡൺ. ആദ്യത്തെ ഹാവ് ടു ഉപയോഗിച്ചപ്പോൾ ഡു എന്ന ബേസ് ഫോം ഉപയോഗിച്ചു. അതേസമയം പാസീവ് ഫോമിലേക്ക് മാറ്റിയപ്പോൾ ഡൺ, ഡു എന്നതിൻ്റെ V3 ഫോം ഉപയോഗിച്ചു. ഷീ ഹാസ് ടു ഡു ഇറ്റ്, എങ്കിൽ അവൾക്കത് ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് ഹാസ് ടു ബി ഡൺ, അവിടെയും ഇറ്റ് ഹാസ് ടു ബി ഡൺ. നമ്മൾ സബ്ജക്റ്റിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ലെങ്കിൽ ബൈ ഹെർ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇറ്റ് ഹാസ് ടു ബി ഡൺ. ഇനി ദേ ഹാഡ് ടു ഡു ഇറ്റ്, അത് പാസ്റ്റ് ടെൻസ് ഫോമായി. ഹാവ് ടുവിൻ്റെയും ഹാസ് ടുവിൻ്റെയും ഒരു പാസ്റ്റ് ടെൻസ് ഫോമായപ്പോൾ ഹാഡ് ടു എന്നുപയോഗിച്ചു. അവർക്ക് അത് ചെയ്യേണ്ടി വന്നു എന്നായി. അപ്പോഴും അതിൻ്റെ ഒരു പാസീവ് ഫോം ഉണ്ടാക്കുമ്പോൾ ഇറ്റ് ഹാഡ് ടു ബി ഡൺ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മുടെ ടോപ്പിക് എന്താണ്? ഹാവ് ടു ബി പ്ലസ് V3 ഫോം, ഹാസ് ടു ബി പ്ലസ് V3 ഫോം, ഹാഡ് ടു ബി പ്ലസ് V3 ഫോം. അത് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസ് ആവുമ്പോൾ വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാവും. ദ റൂം ഹാസ് ടു ബി ക്ലീൻഡ് ബിഫോർ ദേ അറൈവ്. ദ റൂം ഹാസ് ടു ബി ക്ലീൻഡ് ബിഫോർ ദേ അറൈവ്. ഹാസ് ടു ബി ക്ലീൻഡ്, ഹാസ് ടു ബി പ്ലസ് V3 ഫോം ഉപയോഗിച്ചു. ക്ലീൻഡ് എന്നത് ക്ലീൻ എന്ന വേർബിൻ്റെ V3 ഫോമാണ്, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. റൂം ക്ലീൻ ചെയ്യപ്പെടണം, ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അവർ വരുന്നതിന് മുൻപ്, ബിഫോർ ദേ അറൈവ്. ദ റൂം ഹാസ് ടു ബി എന്നാണ് ഉപയോഗിച്ചത്. ദ റൂം എന്നത് സിംഗുലർ ആയിട്ടുള്ള ഒരു നൗണാണ്, അതുകൊണ്ടാണ് ഹാസ് ടു ബി ഉപയോഗിച്ചത്. ഇനി അതല്ല റൂംസ് എന്നായിരുന്നെങ്കിൽ ദ റൂംസ് ഹാവ് ടു ബി ക്ലീൻഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഹാസ് ടുബിൻ്റെയും ഹാവ് ടുബിൻ്റെയും ഉപയോഗം ആ സബ്ജക്റ്റ് അനുസരിച്ച് മാറ്റണം എന്ന് മാത്രം. ഇവിടെ ദ റൂം ഹാസ് ടു ബി ക്ലീൻഡ് ബിഫോർ ദേ അറൈവ് എന്ന് പറയുമ്പോൾ ആരാണ് ക്ലീൻ ചെയ്യുന്നതിന് അവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. യു ഹാവ് ടു ക്ലീൻ ദ റൂം, അല്ലെങ്കിൽ ദേ ഹാവ് ടു ക്ലീൻ ദ റൂം, ഷീ ഹാസ് ടു ക്ലീൻ ദ റൂം, എന്തും ആകാം. വി ഹാവ് ടു ക്ലീൻ ദ റൂം, ഇതൊക്കെ ആകാം. പക്ഷേ അതിനൊക്കെ പാസീവ് ഫോമിലേക്ക് വരുമ്പോൾ നമ്മൾ ഹാസ് ടു ബി പ്ലസ് V3 ഫോം ഉപയോഗിച്ചു. ദ റൂം ഹാസ് ടു ബി ക്ലീൻഡ്, അത് ആര് ചെയ്യുന്നു എന്നതിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. വേറൊരു സെൻറ്റൻസ്, ഇറ്റ് ഹാസ് ടു ബി പ്രൂവ്ഡ് ദാറ്റ് ദ ബാങ്കിൾ ഹാസ് ബീൻ സ്റ്റോളൻ. ബാങ്കിൾ മോഷ്ടിക്കപ്പെട്ടു എന്നത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. It has to be proved that. It has to be proved that the bangle has been stolen. അപ്പോൾ it has to be proved. Proved എന്നത് prove എന്ന വേർബിൻ്റെ V3 ഫോം. It has to be proved. ആര് പ്രൂവ് ചെയ്യണമെന്ന് പറയുന്നില്ല. Somebody has to prove it. അത്രയേ ഉള്ളൂ. Somebody has to prove it. ഈ has to prove എന്നതാണ് നമ്മൾ
ഇവിടെ പാസീവ് ഫോമിലേക്ക് മാറ്റിയപ്പോൾ has to be plus V3 ഫോം. ഇനി വേറൊരു സെൻറ്റൻസ്, അക്കൗണ്ട്സ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. The accounts have to be checked. ചെക്ക്, ചെക്ക്ഡ്, ചെക്ക്ഡ്. ചെക്ക്ഡ് എന്നത് V3 ഫോം. അക്കൗണ്ട്സ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ആരാ ചെക്ക് ചെയ്യുന്നത് എന്നത് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ആ ആക്ഷൻ, ചെക്ക് ചെയ്യുക എന്ന ഒരു ആക്ഷനാണ് പാസീവ് സെൻറ്റൻസസിൽ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അതല്ലെങ്കിൽ നമുക്കൊരു ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള കാര്യമല്ല, നമുക്കങ്ങനെ ചെയ്യേണ്ട ഒരു ബാധ്യതയില്ല, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസസ് ഉപയോഗിക്കേണ്ടി വരും. അതെങ്ങനെ ഉപയോഗിക്കുക? ഇറ്റ് ഹാസ് ടു ബി ഡൺ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അത് ചെയ്യേണ്ടതുണ്ട്. അതേസമയം ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി ഡൺ, ഡസൻറ്റ് ഹാവ് ഉപയോഗിച്ചു. ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി ഡൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ആയി, അത് ചെയ്യേണ്ടതില്ല, അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇനി ക്വസ്റ്റ്യൻ ഫോം ആണെങ്കിലോ, ഡസ് ഇറ്റ് ഹാവ് ടു ബി ഡൺ, ഡസ് ഇറ്റ് ഹാവ് ടു ബി ഡൺ, അത് ചെയ്യേണ്ടതുണ്ടോ? ഡസ് ഇറ്റ് ഹാവ് ടു ബി ഡൺ, ഡസ് ഇറ്റ് ഹാവ് ആണ് ഉപയോഗിച്ചത്, ഹാസ് അല്ല, ഡസ് വന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ആക്റ്റീവ് സെൻറ്റൻസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡു ഐ ഹാവ് ടു ഡു ഇറ്റ്, ഡു ഐ ഹാവ് ടു ഡു ഇറ്റ്, ഡു ഐ. അതല്ലെങ്കിൽ ഡു വി ഹാവ് ടു ഡു ഇറ്റ്, അതല്ലെങ്കിൽ ഡസ് ഹി ഹാവ് ടു ഡു ഇറ്റ്. ഇറ്റ് ഹാസ് ടു ബി ഫൗണ്ട്, അത് കണ്ടുപിടിക്കപ്പെടേണ്ടതുണ്ട്. ഇറ്റ് ഹാസ് ടു ബി ഫൗണ്ട്. സംബഡി ഹാസ് ടു ഫൈൻഡ് ഇറ്റ്, ഹാസ് ടു ഫൈൻഡ് ഇറ്റ്, ഹാസ് ടു ഫൈൻഡ് ഇറ്റ് ആണ് ഇറ്റ് ഹാസ് ടു ബി ഫൗണ്ട് എന്നാക്കി മാറ്റുന്നത്. ഹാസ് ടു എന്നത് പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഹാസ് ടു ബി എന്നാവുന്നു. ദിസ് ഫോം ഹാസ് ടു ബി സൈൻഡ് ബൈ യുവർ ഫാദർ. ദിസ് ഫോം, ഈ ഫോം നിങ്ങളുടെ ഫാദർ സൈൻ ചെയ്യേണ്ടതുണ്ട്. ദിസ് ഫോം ഹാസ് ടു ബി സൈൻഡ്. ഇതാണ് പാസീവ് സെൻറ്റൻസ്. അവിടെ നമ്മൾ ഹാസ് ടു ബി സൈൻഡ്, സൈൻ എന്ന ഒരു വേർബിൻ്റെ V3 ഫോമാണ് സൈൻഡ്, SIGNED എന്ന് വന്നു. അതിൻ്റെ ഒരു ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസ് എന്താവും? യുവർ ഫാദർ ഹാസ് ടു സൈൻ ദിസ് ഫോം. ദ പ്രോജക്റ്റ് ഹാസ് ടു ബി ഫിനിഷ്ഡ് ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക്. ഈ ഒരു വീക്കിൻ്റെ, ഈ ഒരു ആഴ്ചയുടെ അവസാനമാകുമ്പോഴേക്കും ദിസ് പ്രോജക്റ്റ് ഹാസ് ടു ബി ഫിനിഷ്ഡ്, ഈ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. ഹാസ് ടു ബി ഫിനിഷ്ഡ്. ഫിനിഷ് എന്ന വേർബിൻ്റെ V3 ഫോമാണ് ഫിനിഷ്ഡ്. വി ഹാവ് ടു ഫിനിഷ് ഇറ്റ്, വി ഹാവ് ടു ഫിനിഷ് ഇറ്റ് ബൈ ദ എൻഡ് ഓഫ് ദ വീക്ക്. ദേ ഹാവ് ടു ബി ഇൻഫോംഡ് എബൌട്ട് ദിസ്. ദേ ഹാവ് ടു ബി ഇൻഫോംഡ് എബൌട്ട് ദിസ്. ഹാവ് ടു ബി ഇൻഫോംഡ് പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. അവർ ഇതിനെപ്പറ്റി അവരെ അറിയിക്കേണ്ടതുണ്ട്, അവരെ അറിയിക്കേണ്ടതുണ്ട്. സംബഡി ഹാസ് ടു ഇൻഫോം ദം. They have to be informed about this. But somebody has to inform them. The problem has to be discussed by the experts. Experts ഈ problem ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. This problem has to be discussed by the experts. അതിൻ്റെ ഒരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് എന്തായിരിക്കും? The experts have to discuss this problem. The bill has to be paid to avoid disconnection. ബില്ല് പേ ചെയ്യേണ്ടതുണ്ട്. To avoid disconnection. ഡിസ്കണക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി. To avoid disconnection. The bill has to be paid. Has to be paid. Pay എന്നതിൻ്റെ V3 ഫോമാണ് paid. സോ അത് നമുക്ക് ഒരു ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ we have to pay എന്നാക്കാം. We have to pay the bill. They have to pay the bill. എന്തായാലും somebody has to pay the bill. Your passport has to be renewed. നിങ്ങളുടെ പാസ്പോർട്ട് പുതുക്കേണ്ടതുണ്ട്. Has to be renewed. These pills have to be taken twice a day. ഒരു ദിവസം 2 പ്രാവശ്യം ഈ പിൽസ് കഴിക്കേണ്ടതുണ്ട്. These pills have to be taken. Signed എന്നാക്കി മാറ്റി. ഇപ്പോൾ has to be plus V3, have to be plus V3 നമ്മൾ ഒരുപാട് സെൻറ്റൻസസ് എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞു. ഇനി had to be എവിടെയാണ് ഉപയോഗിക്കുന്നത്? had to be plus V3 പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കും. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം.
I did it because it had to be done yesterday. I did it. ഞാനത് ചെയ്തു. എന്തുകൊണ്ടാ? It had to be finished yesterday. അത് ഇന്നലെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. ചെയ്യേണ്ടിയിരുന്ന കാര്യം ഞാൻ ചെയ്തു. I did it because it had to be done. Had to be plus V3 form. Done എന്നത് do എന്ന വെർബിൻ്റെ V3 ഫോം. അപ്പോൾ ഇന്നലെ ചെയ്യേണ്ടിയിരുന്നു അത്, അതുകൊണ്ട് ഞാൻ ചെയ്തു. അപ്പോൾ had to be plus V3. Prime Minister's visit had to be cancelled because of some reasons. പ്രൈം മിനിസ്റ്ററുടെ വിസിറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ബിക്കോസ് ഓഫ് സം റീസൺസ്, ചില കാരണങ്ങളാൽ. അത് സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാഡ് ടു ബി ഉപയോഗിച്ചു. അതിൻ്റെ ഒരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ദേ ഹാഡ് ടു ക്യാൻസൽ ഇറ്റ്. ദേ ഹാഡ് ടു ആണ്. ദേ മീൻസ് അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ. ദ ബോക്സ് ഹാഡ് ടു ബി കട്ട് ഓപ്പൺ. ബോക്സ് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യേണ്ടി വന്നു. ബോക്സ് ഹാഡ് ടു ബി കട്ട് ഓപ്പൺ. ഹാഡ് ടു ബി കട്ട്. കട്ട് എന്നതിൻ്റെ V1 ഫോം, V2 ഫോം, V3 ഫോം ഒക്കെ സെയിം തന്നെയാണ്. അതുകൊണ്ട് ഹാഡ് ടു ബി കട്ട് എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കട്ട് എന്ന വെർബിൻ്റെ V3 ഫോമാണ്. അത് ഐ ഹാഡ് ടു കട്ട് ഓപ്പൺ ആവാം, ദേ ഹാഡ് ടു കട്ട് ഓപ്പൺ ആവാം. എന്തായാലും ദ ബോക്സ് ഹാഡ് ടു ബി കട്ട് ഓപ്പൺ. ബോക്സ് അങ്ങനെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടി വന്നു എന്നാണ്. ദ ഹോട്ടൽ had to be rebuilt after the fire. The hotel had to be rebuilt. Rebuilt എന്നത് rebuild എന്ന വാക്കിൻ്റെ എന്ന വേർബിൻ്റെ V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഹോട്ടൽ റീബിൽഡ് ചെയ്യേണ്ടി വന്നു എന്ന്. രണ്ടാമത് അത് ബിൽഡ് ചെയ്യേണ്ടി വന്നു ആഫ്റ്റർ ദ ഫയർ, ഫയറിന് ശേഷം. ഹാഡ് ടു ഉപയോഗിക്കുമ്പോൾ പാസ്റ്റ് ടെൻസ് ഫോം അത് ഉപയോഗിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം വേണമെങ്കിൽ ഡിഡിൻറ്റ് ഹാവ് ടു എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയാം. ഹിസ് ഫാദർ ഗെയിൻഡ് കോൺഷ്യസ്നെസ്, സോ ഹീ ഡിഡിൻറ്റ് ഹാവ് ടു ബി ഹോസ്പിറ്റലൈസ്ഡ്. ഹീ ഡിഡിൻറ്റ് ഹാവ് ടു ബി ഹോസ്പിറ്റലൈസ്ഡ്. ഡിഡിൻറ്റ് ഹാവ് അവിടെ ഹാഡ് ടു അതിൻ്റെ ഒരു നെഗറ്റീവ് ഫോമാണ് ഡിഡിൻറ്റ് ഹാവ് ടു. ഫാദറിന് ബോധം വന്നു, അതുകൊണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നില്ല. ഡിഡിൻറ്റ് ഹാവ് ടു ബി ഹോസ്പിറ്റലൈസ്ഡ്. ഹോസ്പിറ്റലൈസ് എന്നത് വേർബാണ്. ഹോസ്പിറ്റലൈസ്ഡ് അത് സെക്കൻഡ് ഫോം, ഹോസ്പിറ്റലൈസ്ഡ് എന്ന് തന്നെയാണ് തേർഡ് ഫോം. അപ്പോൾ ഡിഡിൻറ്റ് ഹാവ് ടു ബി ഹോസ്പിറ്റലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നില്ല. അതിൻ്റെ ഒരു ആക്റ്റീവ് ഫോം എന്തായിരിക്കും? വി ഡിഡിൻറ്റ് ഹാവ് ടു ഹോസ്പിറ്റലൈസ് ഹിസ് ഫാദർ. വി ഡിഡിൻറ്റ് ഹാവ്, വി എന്ന ഒരു സബ്ജക്റ്റ് നമ്മളവിടെ ഉപയോഗിച്ചു. ഹാവ് ടു, ഹാസ് ടു, ഹാഡ് ടു അതിൻ്റെ ഒപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് V1 ഫോം ഓഫ് ദ വേർബ് ആണ്. അതേസമയം ഹാസ് ടു ബി, ഹാവ് ടു ബി അതല്ലെങ്കിൽ ഹാഡ് ടു ബി അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് വേർബിൻ്റെ V3 ഫോമാണ്. ആദ്യം പറഞ്ഞത് ഹാസ് ടു, ഹാവ് ടു, ഹാസ് ടു ഇത് ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസസ് ആണ്. അതേസമയം ഹാസ് ടു ബി, ഹാവ് ടു ബി ആൻഡ് ഹാഡ് ടു ബി പ്ലസ് V3 ഉപയോഗിക്കുന്നത് പാസീവ് ഫോമിലുള്ള സെൻറ്റൻസുകൾക്കാണ്.